കോൺഗ്രസിൻ്റെയും സതീശൻ്റെയും പാലക്കാട് വിജയിക്കാനുള്ള വർഗീയ തന്ത്രത്തെ കൈയോടെ വലിച്ചു പുറത്തിട്ടപ്പോൾ പൊള്ളിയത് മനോരമയ്ക്ക്. സ്വാഭാവികമാണല്ലോ. എവിടെയൊക്കെ കോൺഗ്രസ് ദുർബലമാകുന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് മങ്ങിപ്പോകുന്നോ അവിടെ സഹായത്തിനായി മനോരമ സ്വാഭാവികമായി അവതരിക്കുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട SDPI, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ന്യൂനപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് തെളിവ് സഹിതം പല കാര്യങ്ങളും പുറത്തേക്ക് വിട്ടത്. അതോടെ സംഗീശനൊക്കെ പെട്ടില്ലേ. ഷോഫിയും സംഗീശനുമെല്ലാം 4 വോട്ടിനു വേണ്ടി ഈ നാടിൻ്റെ മതേതരത്വത്തെ ഒറ്റുകൊടുക്കുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞപ്പോൾ അതിന് ഉടനടി പ്രതിരോധവുമായി മനോരമയുടെ വക പച്ച കള്ളങ്ങൾ, അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ. തെമ്മാടിത്തം കാണിച്ചവരെ സംരക്ഷിക്കുക, അതിന് ബദലായിട്ട് വ്യാജ കഥകളും ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകൾ സൃഷ്ടിക്കുക. വാർത്തകളെന്ന് പറയാൻ പറ്റില്ല, മാമാ കഥകൾ പ്രചരിപ്പിക്കുക. അതാണ് മനോരമ ചെയ്തത്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. വ്യാജ വാർത്ത കൊടുത്താൽ അതിനെ സംബന്ധിച്ച് ജനങ്ങളെ വസ്തുത ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കുറിപ്പ് പുറത്തേക്കിറക്കിയത്. ജനങ്ങൾ വസ്തുതകൾ കേട്ടിരിക്കണം, മനസ്സിലാക്കണം. കാര്യം എന്ത് കാപട്യത്തിലൂടെയും എന്ത് നാടകങ്ങളിലൂടെയും എന്ത് കപടതയിലൂടെയും അധികാരത്തിലേക്ക് നുഴഞ്ഞു കയറുക, അതിന് എന്ത് വഴിവിട്ട നീക്കവും സ്വീകരിക്കുക എന്ന ലക്ഷ്യവുമായി ഒരു കുറുമുന്നണി സഖ്യം നമ്മുടെ നാട്ടിൽ സജീവമായി പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ തലപ്പത്ത് VD സതീശനാണെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ആ കൂട്ടുകെട്ടിൻ്റെ വ്യാജ വാർത്തയ്ക്കെതിരെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: LDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SDPIയെയും ജമാഅത്ത് ഇസ്ലാമിയെയും ചേർത്ത് ഭരിക്കുകയാണെന്ന പ്രചരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വാർത്തകൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് LDFന് 10ഉം UDFന് 8ഉം അംഗങ്ങളാണുള്ളത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും 9 വോട്ട് നിലനിർത്തുകയാണുണ്ടായത്. SDPI ആകട്ടെ ഒറ്റയ്ക്ക് മത്സരിച്ച് 3 വോട്ട് നേടുന്ന നിലയാണുണ്ടായത്. തിരുവനന്തപുരം നഗരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വന്ന വാർത്തകളും സമാനമായതാണ്. LDF 7 അംഗങ്ങളും UDFന് 6 അംഗങ്ങളുമാണുള്ളത്. BJPക്ക് 2ഉം SDPIക്ക് 1 അംഗവുമാണുള്ളത്. സ്വതന്ത്രൻ്റെ പിന്തുണയോടെ LDF ഭരണത്തിൽ വന്നു. വൈസ് പ്രസിഡന്റായ സ്വതന്ത്രൻ ഒരു കേസിൽപ്പെട്ടതിനെ തുടർന്ന് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കോൺഗ്രസ് അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. SDPI പിന്തുണ ഇല്ലെങ്കിലും അവിശ്വാസം പാസ്സാകുമായിരുന്നു. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ഒരാൾ പിന്നീട് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഈ യോഗത്തിലാകട്ടെ SDPIയുടെ അംഗം പങ്കെടുത്തതുമില്ല. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് 3 സ്വതന്ത്ര കൗൺസിലർമാർ വോട്ട് ചെയ്തു. SDPIയിലെ 3 പേർ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയാണുണ്ടായത്. അല്ലാതെ അവരുടെ വോട്ട് കൊണ്ട് LDF വിജയിക്കുകയല്ല ചെയ്തത്. പത്തനംതിട്ടയിലെ കോട്ടങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ SDPI ആവശ്യപ്പെടാതെ LDFന് പിന്തുണ നൽകി. ഇത് കാരണം 2 തവണ LDF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. 3ാമത് തെരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ വീണ്ടും രാജിവെച്ചാൽ എതിരായി നിന്ന BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തൃശൂർ ജില്ലയിലെ ആവണിശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് BJP അധികാരത്തിൽ വരരുതെന്ന് കണക്കിലെടുത്ത് രാജിവെക്കാതിരുന്നത്. വസ്തുതകൾ ഇതായിരിക്കെ കിട്ടുന്നതെന്തും വളച്ചൊടിച്ച് പാർട്ടിക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഗൂഢമായ തന്ത്രമാണ് ഇതിലൂടെ UDF നടത്തിയിട്ടുള്ളത്. കേന്ദ്രത്തിൻ്റെ ശക്തമായ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ളവ നാടിൻ്റെ വികസന മുന്നേറ്റത്തിൽ തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഉൾക്കൊണ്ട് ജനങ്ങൾ LDF സർക്കാരിന് പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ CPM തകരുകയാണെന്ന് പ്രചരിപ്പിച്ച മനോരമ പോലെയുള്ള മാധ്യമങ്ങൾക്ക് മനപ്രയാസമുണ്ടാകുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം. LDFനെ ദുർബലപ്പെടുത്തുകയാണെന്ന ലക്ഷ്യത്തോടെ മനോരമ നടത്തുന്ന ഇത്തരം പ്രചാരവേലകളെ ജനം തിരിച്ചറിയണം. നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ കൂടി ആലോചിക്കും. മനോരമയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ ആദ്യമായി ശക്തമായ നിലപാട് കൂടി CPM സ്വീകരിക്കുന്നുണ്ടെന്ന് ഈ പ്രസ്താവനയിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിരന്തരം കോൺഗ്രസ് എവിടെയൊക്കെ ദുർബലപ്പെടുന്നോ അവിടെയെല്ലാം വ്യാജ വാർത്തകൾ കൊടുത്ത് അവരെ വെള്ളപൂശി മുഖം മിനുക്കി വിശുദ്ധരായി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക. ഇതാണ് കുഴിയിൽ പോയ മാമൻ മാപ്പിളയുടെ ചെറുമക്കളുടെ ദൗത്യം. ഈ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ
ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പരിഹാസ്യമായിട്ടുള്ള കാര്യം. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ വർഗീയ കോമരങ്ങളെ കൂട്ടുപിടിച്ചു എന്നത് തെളിവടക്കം പുറത്തു വരുമ്പോൾ കുറേയേറെ കള്ളക്കഥകൾ വെച്ച് കോൺഗ്രസുകാർക്ക് വായ്ത്താരിയിടാനുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുക്കുകയാണ് മനോരമ ചെയ്തിരിക്കുന്നതെന്ന് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്.